ഇന്ന് നവരാത്രി വ്രതാരംഭം. ത്രിലോകങ്ങൾ കീഴടക്കി വാണ അസുര രാജാവായിരുന്ന മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രനെയും ദേവതകളെയും ആട്ടിപ്പായിച്ചു. അവധ്യനെന്ന് ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിയിരുന്ന മഹിഷനെ നിഗ്രഹിക്കാൻ ഒരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ എന്ന് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അരുളപ്പാടുണ്ടായി. അതിനായി ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു പരമേശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം ദേവതകളുടെ എല്ലാ തേജസ്സും ഒന്നായി ചേർന്ന് രൂപമെടുത്തതാണ് ദുർഗാദേവി. വിവിധ രൂപങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തികളെല്ലാം സമാഹരിച്ച് രംഗപ്രവേശം ചെയ്ത അതിസുന്ദരിയായിരുന്നു ദേവി. ദേവി ദേവലോകത്തെത്തി മഹിഷാസുരനെ വെല്ലുവിളിച്ചു. ദേവിയെ കണ്ട മാത്രയിൽ തന്നെ മഹിഷാസുരൻ ദേവിയിൽ അനുരക്തനായി. എന്നാൽ തന്നെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ആളുടെ ഭാര്യയാകാനാണ് തനിക്കിഷ്ടമെന്ന് ദേവി അരുളി ചെയ്തു. ഇരുവരും യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിനെത്തിയ മഹിഷാസുരന്റെ മന്ത്രിമാരെയെല്ലാം ഒന്നൊന്നായി ദേവി കൊന്നൊടുക്കി. ഒടുവിൽ മഹിഷാസുരൻ തന്നെ നേരിട്ടെത്തി. വിഷ്ണുചക്രം കൊണ്ട് ദേവി മഹിഷാസുരന്റെ കണ്ഠം ഛേദിച്ചു. ദേവകൾ അത്യധികം ആനന്ദിച്ചു. ദുർഗാദേവി മഹിഷാസുരനെ കൊന്ന് വിജയം വരിച്ചതാണ് വിജയദശമിയെന്ന് സങ്കല്പിക്കപ്പെടുന്നു. കർണാടകയിൽ ദസറ എന്ന പേരിലാണ് നവരാത്രി ആഘോഷിക്കപ്പെടുന്നത്. ശ്രീരാമൻ രാവണ നിഗ്രഹം നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഇതെന്നാണ് ഐതിഹ്യം. ഉത്തരേന്ത്യയിലെ നവരാത്രി ആഘോഷമായ രാമലീലയും ശ്രീരാമ വിജയത്തിന്റെ സ്മൃതി ഉണർത്തുന്നു. ബംഗാളിന്റെ സാംസ്കാരിക ജീവിതത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ദുർഗാപൂജ എന്നറിയപ്പെടുന്ന നവരാത്രി ആഘോഷം. മഹിഷാസുരവധമാണ് ദുർഗാപൂജയുടെ ഐതിഹ്യം. പ്രപഞ്ച സൃഷ്ടാവായി ആദിപരാശക്തിയെ സ്മരിക്കുന്ന ഈ ആഘോഷവേളയുടെ മൂലസങ്കല്പം കരുത്തയും അധർമ്മത്തെ നശിപ്പിക്കുന്നവളും സകല ചരാചരങ്ങളെയും മാതൃഭാവത്തിൽ കാക്കുന്നവളുമായ സ്ത്രീയാണ്. മനുഷ്യനിലെ ദുർവാസനകളെയും അസുരതയെയും നശിപ്പിച്ച് ജ്ഞാനത്തിന്റെ പ്രകാശം പകരുന്ന മോക്ഷദായിനി എന്ന സങ്കല്പം ഒരു മതബിംബം എന്നതിനപ്പുറം മനുഷ്യകുലത്തിന് സ്ത്രീ എന്താണെന്നും എന്തായിരിക്കണമെന്നും ഉള്ളതിന്റെ അടയാളം കൂടിയാകുന്നു.